ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു ചർച്ചയാണ് ശബരിമലയുമായിട്ടുള്ള വിവാദം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ നടൻ ജയറാം അതിൽ പെട്ടുപോയിട്ടുണ്ട്. പെട്ടുപോയതാണോ പെടുത്തിയതാണോ എന്ന് അറിയില്ല. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായിട്ടുള്ള വിവാദമാണിവിടെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ അദ്ദേഹവും ജയറാമുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പവും പരിചയവും ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് സെലിബ്രിറ്റികൾക്കുള്ള പരിചയം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ ജയറാമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു VIP ആണ്. ഇങ്ങനെയുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ VIP പരിഗണനയുണ്ട്. സാധാരണ ജനങ്ങളൊക്കെ കല്ലും മുള്ളും ചവിട്ടി പാതയ്ക്ക് മെത്തയായി വരുന്ന ഒരു സ്ഥലമാണ്. പുരാതന ക്ഷേത്രം തന്നെയാണ് ശബരിമല. ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികൾ വളരെ വലിയ വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ അവർ വളരെ പാവനമായിട്ട് കാണുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു ആചാര ലംഘനം നടന്നിരിക്കുന്നത്. ഇപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയുള്ളതാണ്. ഈശ്വരവിശ്വാസികൾക്കുള്ളതാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത് പണമുള്ളവന് ദൈവത്തിൻ്റെ കൂടുതൽ അടുത്ത് ചേർന്ന് നിന്ന് തൊഴാം, പാവപ്പെട്ടവന് കൂടുതൽ അകലെ നിന്ന് തൊഴാം. ഇതിലാരുടെ പ്രാർത്ഥനയാണ് ഈശ്വരൻ കേൾക്കുന്നത്? എത്രയായാലും ഈശ്വരൻ സാധാരണക്കാരുടെ അടുത്തേക്കാണ് ഇറങ്ങി വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി, അദ്ദേഹത്തിന് കഴിവുണ്ട്, അങ്ങനെയാണ് ആ കഴിവ് വെച്ചാണ് വലിയൊരു സെലിബ്രിറ്റി ആയതും. അതുപോലെ തന്നെ ചെണ്ട മേളത്തിലൊക്കെ അദ്ദേഹം വലിയ പ്രഗത്ഭനാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ശബരിമല ക്ഷേത്രവുമായിട്ട് അവിടുത്തെ പൂജാരിമാരുമായിട്ടുമൊക്കെ നിരന്തരം ബന്ധപ്പെടുകയും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ബലത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തിന് പൂജ അർപ്പിക്കുന്നതിനും പോറ്റിക്ക് ദക്ഷിണ കൊടുക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു വിവാദമാണിപ്പോൾ നടക്കുന്നത്. അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് ഇദ്ദേഹം പറഞ്ഞു, ഈ സ്വർണ്ണപ്പാളികൾ എൻ്റെ വീട്ടിലെ പൂജാമുറിയിലും കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ചാനലിന് കൊടുത്തിരുന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതൊരു മഹാഭാഗ്യമല്ലേ? മഹാഭാഗ്യം തന്നെയാണ്. എനിക്കിപ്പോൾ തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ദൈവത്തെ പൈസയുള്ളവർക്ക് അവരുടെ വീട്ടിൽ എടുത്തുകൊണ്ട് പോയി പൂജിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പാവനമായി കാണുന്ന ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പാവനമായിട്ടാണത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലത്തെ വസ്തുക്കളാണ് ജയറാം എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തുകയും അടുത്തുള്ള ആളുകളെയൊക്കെ അദ്ദേഹം വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഇത് ശരിയോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു മഹാഭാഗ്യമല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ പുറത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ വിളിച്ചതും ഇതറിയിച്ചതും. അപ്പോൾ ഇത് ശരിയോ?